ആ ഒരു ഡിപ്രഷൻ ഫേസിന് തിരിച്ച് എങ്ങനെയാണ് ബൗൺസ് ബാക്ക് ചെയ്തത്? സത്യം പറഞ്ഞാൽ ഡിപ്രഷൻ ഫേസിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്തത് ഞാൻ റീസെൻ്റ്ലി ഡിപ്രഷനിലായത്. റീസെൻ്റ്ലി ഓക്കെ. അപ്പം ഞാൻ ബൗൺസ് ബാക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ രേഖാചിത്രം കൊണ്ടാണ് ഞാൻ ബൗൺസ് ബാക്ക് ചെയ്തത്. അടിപൊളി. അല്ലെങ്കിൽ ഞാൻ ബൗൺസ് ബാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ഭയങ്കര കാര്യം എനിക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല, നമ്മുടെ മൈൻഡ് അവിടെ കട്ടായിട്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റക്കായിട്ടൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോഴാണ് ഈ രേഖാചിത്രം ഇറങ്ങി. അപ്പം ആ ഇറങ്ങി അപ്പം പടം വർക്കായി. അപ്പോഴും ഞാൻ ഡാർക്കിലാണ്, വർക്കായി. പിന്നെ കുറച്ചൊന്ന് കഴിഞ്ഞ് പ്രൊമോഷന് കയറി, അങ്ങനെ കയറി. പിന്നെ ആസിഫ് അത് പറഞ്ഞു, അങ്ങനെ അങ്ങനെ പിന്നെ ഓളത്തിൽ ഞാൻ അങ്ങോട്ട് ഓക്കേ യെസ് ഐ ആം ബാക്ക് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ തന്നെ അത് എടുത്ത് പുറത്തേക്ക് വന്നതാണ്. നമുക്ക് ഒരു ഡാർക്ക് സൈഡ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആർക്കും നമ്മളിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് മാത്രമേ പറ്റുള്ളൂ. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വന്തം തീരുമാനിക്കണം. അല്ലാതെ നമുക്കത് പുറത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കരമായിട്ടത് ആ ഒരു സ്റ്റേജ് ഭയങ്കരമായിട്ട് ഞാൻ ഫീൽ ചെയ്തു. അതുകൊണ്ട് എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പുറത്തേക്ക് കിടക്കാൻ. പക്ഷേ വൺസ് നമുക്ക് പറ്റും. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക.